ഇനി പശ്ചിമ ബംഗാളിലേക്കാണ്. പശ്ചിമ ബംഗാളിൽ നാടകീയ നീക്കങ്ങൾ നടക്കുന്നു. പാർട്ടി ഘടകങ്ങൾ പിരിച്ചുവിട്ട മമതാ ബാനർജിയുടെ നടപടിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. 60 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് പാർട്ടി പുറത്താക്കിയ ഋതബ്രത ബാനർജി വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. മമതാ ബാനർജി ഉപദേഷ്ടാവായി തുടരണമെന്നും വിമത വിഭാഗം ആവശ്യപ്പെടുന്നു. আপনাদের মাধ্যমে মাননীয় মুখ্যমন্ত্রীকে এই জন্য ধন্যবাদ জানাই যে তিনি সমস্ত বিরোধীদের ডেকেছিলেন এবং এই যে 58 জন বিধায়ক আপাতত যেমন হাওড়া গ্রামীণ জেলায় তৃণমূল কংগ্রেসের প্রতীকে নির্বাচিত হওয়া 9 জন বিধায়কের মধ্যে 8 জন এই মিটিংয়ে উপস্থিত ছিলেন। আমাদের দক্ষিণ 24 পরগনা জেলায় তৃণমূল কংগ্রেসের প্রতীকে নির্বাচিত হওয়া বিধায়কদের মধ্যে 15 জন এই মিটিংয়ে উপস্থিত ছিলেন। തൊട്ടു പിന്നാലെ കൊൽക്കത്ത മേയർ രാജിവെച്ചു. അതേസമയം അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് ED സമൻസ് നൽകി. ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ TMCയിൽ വലിയ അഭിപ്രായ ഭിന്നത രൂപപ്പെടുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ തനിക്ക് എന്ന് ഋതബ്രത പറയുമ്പോൾ അത് പിളർപ്പ് സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? സ്പീക്കർക്ക് കത്ത് നൽകി തങ്ങളെ യഥാർത്ഥ പ്രതിപക്ഷമായി അംഗീകരിക്കണം എന്നൊക്കെ പറയാനുള്ള അവകാശപ്പെടാനുള്ള സാഹചര്യം എത്രത്തോളമാണ്? അനുജ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് TMCയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഒരു വിഭാഗം നേതാക്കൾ ഈ പാർട്ടിയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്തത്. കാരണം കഴിഞ്ഞ മാസം 6-ന് ഈ പ്രതിപക്ഷ മുതിർന്ന നേതാവായിട്ടുള്ള TMCയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശോഭൻദേവ് ചതോപാധ്യായെ പ്രതിപക്ഷ നേതാവായി പാർട്ടി തെരഞ്ഞെടുത്തു. ഇതോടുകൂടിയാണ് ഈ ഒരു വിമത പക്ഷം ഇതിനെതിരെ പാർട്ടിക്കെതിരെ തിരിയുന്നത്. അവർ പറഞ്ഞത് ഇതിന്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെയായിരുന്നു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്. ഒപ്പം തന്നെ അതിൽ പല വ്യാജ ഒപ്പ് ആരോപണമടക്കം ഉന്നയിച്ചതോടെ ഋതപ്രതാപ് ബാനർജി അടക്കം 2 പേരെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു. എന്നാൽ നിലവിലിപ്പോൾ ഋതപ്രതാപ് ബാനർജി 60 MLA-മാരുടെ പിന്തുണ നേടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഒരു അവകാശവാദം ഉന്നയിക്കുകയും അതിനൊരു അംഗീകാരം ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം അറിയിച്ചത് 60 MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നുള്ള കാര്യമാണ്. ഒരു ഔദ്യോഗിക TMC പക്ഷമായി തന്നെ നിയമസഭയിൽ തുടരും എന്ന കാര്യം കൂടി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാക്കളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ മമതാ ബാനർജി എന്ന നേതൃത്വത്തിന്റെ ഉപദേശം പാർട്ടിക്ക് ആവശ്യമാണ് എന്നതും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മമതാ ബാനർജി ഉപദേഷ്ടാവായി തന്നെ തുടരണമെന്ന കാര്യവും ഋതപ്രതാപ് ബാനർജി ഈ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. നേരത്തെ തന്നെ ഇത്തരമൊരു നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടന്നിരുന്നു. മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ നിന്ന് 60 MLA-മാർ വിട്ടുനിന്നു. ഇന്നലെ മമതാ ബാനർജി പങ്കെടുത്ത റാലിയിൽ 8 MLA-മാർ മാത്രമായിരുന്നു പങ്കെടുത്തത്. ഇതോടുകൂടി തന്നെ TMC പിളർപ്പിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടുകൾ ബംഗാളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഋതപ്രതാപ് ബാനർജി സ്പീക്കറെ കണ്ടാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അതിൽ 60 MLA-മാരുടെ പിന്തുണ ഉണ്ട് എന്നതാണ് ഋതപ്രതാപ് ബാനർജി മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നു. എന്തായാലും സമീപകാലത്തെ ഒരു വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നാടകങ്ങളാണ് ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ മമതാ ബാനർജിയുടെ വസതിയിൽ ഇപ്പോൾ ഒരു നിർണായക യോഗം ചേരുന്നുണ്ട്. അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.